ഒരു ലോക്കൽ സെക്രട്ടറി പരസ്യമായി പോസ്റ്റ് ഇട്ടില്ലേ, ഒരു പോലീസ് സ്റ്റേഷൻ കയറി ചെല്ലുമ്പോൾ ആദ്യം കൂമ്പിരിട്ടാണ് ഇടി കിട്ടുന്നതെന്ന് ഒരു SFIയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞില്ലേ. എന്നെ മർദ്ദിച്ച പോലീസുകാരൻ ഇപ്പോഴും സുഖലോലുപമായി പോലീസ് സേനയിൽ വാഴുകയാണെന്ന് പറഞ്ഞില്ലേ. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. കേരള പോലീസ് രൂപം കൊണ്ടത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമല്ല. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തുടങ്ങി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി അതിന്റെ ഒരു തുടർച്ചയാണ്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്തായിരുന്നു കേരളത്തിലെ പോലീസ് സേന? രാജൻ കേസ് നമുക്കറിയാം, ഇന്ന് വരെ ബോഡി പോലും കണ്ടെത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞ വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ടാട്ടോ. കൊല, ഗരുഡൻ പറപ്പിക്കൽ, അല്ല മലദ്വാരത്തിൽ കമ്പികേറ്റൽ ഒക്കെ നമ്മുടെ പോലീസ് സേനയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്നും ഒട്ടേറെ നമ്മൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ നമ്മളിപ്പോഴേ കണ്ടിട്ടുള്ളൂ. പക്ഷെ പോലീസ് ഇത് 2023 തന്നെ കണ്ടതാണ്. ഈ ദൃശ്യങ്ങളടക്കം കണ്ടതിന് ശേഷമാണ് 2 വർഷത്തെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യുക എന്ന അതിഗംഭീരമായ അച്ചടക്ക നടപടി എടുത്ത് ഇവരെ കുറച്ചുകൂടി നല്ല പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാറ്റി പ്രശ്നം അവസാനിപ്പിച്ചത്. അങ്ങനെ നീ പറയരുത്, ചില മര്യാദകളൊക്കെ ഉണ്ട്. പിന്നെ കേരള പോലീസിന്റെ ഈ ഇതുപോലുള്ള പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ നേട്ടങ്ങൾ നമ്മൾ കാണാതെ പോകരുതല്ലോ. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനമാണ് നമുക്കുള്ളത്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? വിസ്മയ കേസ് ഒരിക്കലും തെളിയുമായിരുന്നു, ആരും പ്രതീക്ഷിച്ചതല്ല. കൂടത്തായിലെ ജോളി കേസ് നമുക്കറിയാമല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ മരണം ഉൾപ്പെടെ കൊണ്ടുവന്നില്ലേ, അതെല്ലാം കേരള പോലീസല്ലേ? അവരുടെ പണി അതല്ലേ? ഒരുപാട് ജോലി ചെയ്യുന്നവരാണ് കേരളത്തിലെ പോലീസ്, എന്നാൽ ഒരുപാട് ആക്ഷേപം കേൾക്കുന്നവരുമാണ്. ആ ആക്ഷേപങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അല്ല, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ ന്യായീകരിക്കുന്ന സംഭവങ്ങളെ ന്യായീകരിക്കുന്നില്ല, 1% പോലും അതിനോട് യോജിക്കുന്നില്ല. അത് മനസ്സിലായി, ഇപ്പൊ കണ്ടല്ലോ. കൊല്ലത്ത് ഒരു CPIM പാവപ്പെട്ട ലോക്കൽ സെക്രട്ടറി പോലീസിനെതിരെ ആക്ഷേപം ഉന്നയിച്ചല്ലോ. എന്നിട്ട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അദ്ദേഹം സ്റ്റേഷനിൽ പോയി ബഹളം ഉണ്ടാക്കിയെന്നല്ലേ നിയമസഭയിൽ പറഞ്ഞത്? അദ്ദേഹം സ്റ്റേഷനിൽ പോയി ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ കേസ് അദ്ദേഹത്തിനെതിരെ ഉണ്ടോ? ഇല്ലല്ലോ. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. മുഖ്യമന്ത്രി പോലീസിനെ ന്യായീകരിച്ച് സ്വന്തം പാർട്ടി പ്രവർത്തകനെ അയാളാണ് കുറ്റക്കാരനെന്ന് വരുത്തുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ. വനിതയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ശ്രമം നടത്തിയപ്പോ അയാൾ ആക്ഷേപിക്കപ്പെടുകയാണുണ്ടായത്. അതും പോട്ടെ, അത് കഴിഞ്ഞിട്ട് ഇയാളാണ് കുഴപ്പക്കാരൻ, ഇയാൾ അവിടെ പോയി പോലീസുമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതാണ് ഞാൻ ചോദിച്ചത്. CPM ആണോ പോലീസാണോ കേരളം ഭരിക്കുന്നത്? ഈ ഭരണകൂടത്തിനെ ശരിക്കും പറഞ്ഞാൽ തകർത്തെറിയേണ്ട സമരങ്ങളാണ് ഇന്ന് നടക്കേണ്ടത് കേട്ടോ. ഒരു സംശയവുമില്ല. അത് കോൺഗ്രസിന്റെ ഭാഗത്തും ഒരുപക്ഷെ ഞങ്ങളുടെ ഭാഗത്തുമെല്ലാം വേണ്ടത്ര രീതിയിൽ അതിന് ഒരു ശക്തിയില്ല എന്നുള്ള കാര്യവും സംശയവുമില്ല. നിനക്ക് ഇത്ര ബുദ്ധിയാണ്. ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ പോലീസാണ് മാങ്ങ മുതൽ മാല വരെ മോഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ. അതിൽ മാങ്ങ മോഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തു. സ്വാഭാവികം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തി വെച്ച് തലക്കടിക്കാൻ ശ്രമിച്ച, കരിങ്കോടി കാണിച്ചതിന്റെ പേരിൽ തലക്കടിക്കാൻ ശ്രമിച്ച ഗൺമാൻ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഒപ്പം തന്നെ നടക്കുകയാണ്. അനിൽകുമാർ, അയാൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? സംഗതി അയാൾക്കൊരുത്താക്കരുത്. ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് നടപടി എടുത്തിട്ടുണ്ടോ? നടപടി എടുത്തിട്ടില്ല. ഇവിടെ ഈ വടക്കാഞ്ചേരി വിഷയവുമായി ബന്ധപ്പെട്ട് നടപടി എടുത്തിട്ടുണ്ടോ? നടപടി എടുത്തിട്ടില്ല. അയാൾക്ക് പ്രമോഷനാണ് കൊടുത്തിട്ടുള്ളത്. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം. കേരളത്തിന്റെ ചരിത്രത്തിൽ 17 കസ്റ്റഡി മരണം 2016 തൊട്ട് 2024 വരെ കാലഘട്ടത്തിൽ 8 കൊല്ലം നടന്ന മറ്റൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. 17 കസ്റ്റഡി മരണം ആരുടെ കാലഘട്ടത്തിലാ? ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലഘട്ടത്തിലാ. കഷ്ടം. വിഷ്വൽ മുഴുവൻ കേരളം കണ്ടതാണ്. ആ കേരളം കണ്ണിന്റെ മുമ്പിൽ കണ്ട ഒരു വിഷയത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ശിക്ഷാ നടപടി എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഈ ക്രിമിനൽ പോലീസ് സംഘത്തെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഇന്നിപ്പോ പരസ്യമായി ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ അല്ലെങ്കിൽ പോലീസുകാർക്ക് കൊടുക്കാൻ പരസ്യമായി കോഴപ്പണം കൊടുക്കുന്നതിന്റെ ദൃശ്യം വരെ പുറത്തു വന്നിട്ട് ഇപ്പോഴാണ് നടപടി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ സത്യത്തിൽ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് എന്താണ് പണി? അമൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ബാറ്ററി കൊണ്ടുവച്ചു. ആ ബാറ്ററി കടയിൽ നിന്നും മറ്റൊരു ബാറ്ററി മോഷണം പോയി. ആ മോഷണ കേസിലെ പ്രതി ഇവനാണെന്ന് പറഞ്ഞ് ചെന്നപാടെ ഇവനെ ചോറുണ്ടോണ്ടിരുന്ന വീട്ടിൽ നിന്ന് അവനെ പിടിച്ചിറക്കിക്കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു. മനുഷ്യന്മാരോട് മാത്രമല്ല മൃഗങ്ങളോടും ഇങ്ങനെ തന്നെയാണ്. മർദ്ദിക്കുന്നതിനിടയ്ക്ക് ബാറ്ററി കടക്കാരൻ പറഞ്ഞു, ഇതാണ് എന്റെ മോഷണം പോയ ബാറ്ററിയുടെ രേഖകൾ എന്ന് പറഞ്ഞപ്പോ ആ ബാറ്ററി അല്ല ഈ ബാറ്ററി. അപ്പൊ ആ ചെറുപ്പക്കാരൻ മുഖത്തടിച്ച് പോട്ടറ കൂട്ട എന്ന് പറഞ്ഞവനെ വീട്ടിൽ വിടുകയാണ്.
അവൻ കേസുമായി പോകുമെന്ന് പറയുമ്പോ CPM നേതാക്കന്മാർ പോയിട്ട് സെറ്റിൽമെന്റ് നിൽക്കുകയാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സാധാരണക്കാരനെ ഇവിടെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പോലീസ് സേനയാണ് കഴിഞ്ഞ കുറെ കാലമായി പോലീസിലുള്ളത്. അവരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്ക് ഇതിൽ കൺട്രോൾ ഇല്ല. പോക്കിരിത്തരത്തിനൊരു അതിരില്ലേ? കൃത്യമായ നടപടി. ആ നടപടി എന്ന് പറഞ്ഞാൽ പേരിന് എന്തെങ്കിലും ഒരു ഇൻക്രിമെന്റ് കട്ട് ചെയ്യലോ സസ്പെൻഷനോ അല്ല, പുറത്താക്കണം, കാക്കി അഴിച്ചു വെക്കണം. അവർ അൺഫിറ്റ് ആണ് ഈ ജോലിക്ക് എന്നുള്ളത് വരുത്തി തീർക്കണം. 100% ഞാൻ യോജിക്കുന്നു. വാട്സപ്പ് ഹർത്താൽ ക്രിയേറ്റ് ചെയ്ത ID ഉപയോഗിച്ച് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് ഹർത്താൽ നടത്തിയ അത് കണ്ടെത്തിയത് കേരള പോലീസാണ്. ആ തരത്തിൽ മികവാർന്ന പ്രവർത്തനമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് പോടോ. മുഖ്യമന്ത്രിയും പറയുന്നത് കേട്ടു, നിങ്ങളിൽ ആർക്കാണ്, അല്ലെങ്കിൽ ഭരണപക്ഷത്ത് നിന്ന് ചോദിക്കുന്നത് കേട്ടു, നിങ്ങളിൽ ആർക്കാണ് മർദ്ദനമേറ്റത്? പിന്നെ ഞങ്ങളൊക്കെ മർദ്ദനമേറ്റത് അതിർത്തി തർക്കത്തിന്റെ പേരിലാണല്ലോ. 1.5 സെന്റ് അതിർത്തി തർക്കത്തിന്റെ പേരിൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ചെയ്തപ്പോ പോലീസ് വന്ന് അടിച്ചതാണല്ലോ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഇപ്പൊ താങ്കളുടെ നിയോജക മണ്ഡലത്തിലല്ലേ ഒരു സൈനികനെ ആക്രമിച്ചത്? എത്രമാത്രം സമരം നടന്നു? ആ സമരത്തിന് ശേഷമല്ലേ ഒരു സസ്പെൻഷൻ നടപടിയെങ്കിലും ഉണ്ടായത്? അതിനുശേഷം ഡിസ്മിസലിലേക്ക് പോയോ? ആ സൈനികന് നീതി ലഭ്യമാക്കാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? അത് പിന്നെ കോൺഗ്രസ് ലോകത്താദ്യമായി ഉണ്ടായ ഒരു സംഭവം എന്നുള്ളതിന്റെ പേരിൽ അഭിലാഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ നിയമസഭയിൽ മറ്റു വിഷയങ്ങളൊന്നും അവർക്ക് ഉയർത്താനില്ലാത്തതിന്റെ പേരിൽ ഈ വിഷയത്തിൽ മാത്രമായി സമരമൊതുക്കുന്നു. അത് കൊള്ളാം, നല്ല ഫ്രഷ് ഐഡിയ. ഇവിടെ കോൺഗ്രസ്സുകാരുടെ മനസമാധാനം പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ കേരളത്തിലെ ക്രമസമാധാനം നമ്പർ 1 തന്നെ നിൽക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകണ്ട. അത് കറക്റ്റ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഏത് റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസ് ഫസ്റ്റ് ആണെന്ന് ശിവശങ്കർ വർത്തമാനം പറഞ്ഞിട്ട് ഏത് റാങ്കിങ്, ഇന്ത്യയിലെ ഏത് റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസ് ഫസ്റ്റ് എന്ന് പറയുന്നത്? മറുപടി അതൊന്നും എനിക്കറിയാൻ മേല. ചോരയാണെന്ന് പ്രചരിപ്പിച്ചവരാണല്ലോ നിങ്ങളെ. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഏത് റാങ്കിങ്ങിലാണ് സാർ? ഏത് റാങ്കിങ്? താങ്കൾ കുറെ നേരമായി പോലീസ് സേന നമ്പർ 1. ഈ ഇന്ത്യയിലെ ഏത് റാങ്കിങ് വെച്ചാണ് താങ്കൾ നമ്പർ 1 എന്ന് പറയുന്നത്? ഒരു റാങ്കിങ്ങും ഇല്ല. ഈ സ്വകാര്യ വെക്കുന്ന പടിയല്ല, ഉന്നം തെറ്റുകയാണോ? അപ്പൊ താമസിക്കുന്ന ഈ രാജ്യത്തില്ല അവസാന നിമിഷം ചോദിച്ച എന്റെ കയ്യിൽ ശരി. ഒന്നൊന്നായി പറയാം. കേട്ടുകൊണ്ടിരുന്നോ ഇരിക്കണം. എനിക്കറിയാത്ത കാര്യം ഞാൻ ആരോട് പറയണ?